അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18 വെള്ളിയാഴ്ച രാവിലെ 6 മണി. ഞാനിപ്പോൾ കറൻ്റ് നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് വൈകുന്നേരത്തോടുകൂടി ഡെറാഡൂണിലെത്തി. ഡെറാഡൂണിൽ നമ്മളുടെ ഹോട്ടലൊക്കെ എടുത്ത് ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത് മറ്റൊരു വിൻ്റർ ട്രക്കിനാണ്. എൻ്റെ 9ാമത്തെ ഹിമാലയൻ ട്രക്കാണ്. നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൽഫൈൻ മെഡോസ് ദയാര ബുഗിയാൽ. ഏകദേശം 3700ഓളം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്ത ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ 24 കിലോമീറ്റർ ദൂരമുള്ള ഒരു ട്രക്കാണ്. ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ട്രക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ വിൻ്ററിൽ കുറച്ച് സ്നോയും സ്നോഫോളൊക്കെ കാണണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ വന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം സ്നോഫോളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതവിടെ കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. കറൻ്റ് ഇപ്പം ഡെറാഡൂണിൽ അറൗണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട് കേട്ടോ തണുപ്പ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. 7 മണിക്ക് ഡെറാഡൂണിലെ പ്രിൻസ് ചോക്കിൽ നിന്നാണ് നമ്മളെ ടീം പിക്കപ്പ് ചെയ്യുന്നത്. ഏകദേശം ഒരു 10 പേരോളം ട്രക്ക് ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇന്ന് രാവിലെ പോകാൻ പോകുന്നത് ഉത്തരാകാശിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നാറ്റിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. റെയ്ത്താൽ ജില്ലയിലെ ഒരു സ്ഥലമാണ് നാറ്റിൻ. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി നാളെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇവിടെ നിന്നും നാറ്റിലേക്കുള്ള കാഴ്ചയും നാളെ നാറ്റിനിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ക്യാമ്പ് സൈറ്റ് വരെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കൂടാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റൂമൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു വിൻ്റർ ട്രക്ക് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി വന്ന് ഇവിടെ കൊണ്ട് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും അകത്ത് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ റോഡ് നമ്മുടെ വണ്ടി വന്നിട്ട് മുകളിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട്. ഇവിടെ കുറേ അധികം ട്രക്കിംഗ് കമ്പനിയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി. മുകളിൽ സാധനങ്ങളൊക്കെ കയറ്റിട്ട് ഉടനെ പുറപ്പെടും. ഇവിടെ അങ്ങനെ കാണാൻ പറ്റിയത് യൂഷ്വലാണ്. ട്രക്കിങ്ങിന് പോകുമ്പോഴത്തേക്ക് ട്രക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഡെറാഡൂണിൽ തന്നെയാണ് മലക്കറി സാധനങ്ങളൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറ്റുന്നത്. അത്യാവശ്യം വേറെ 1-2 ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മുടെ മലക്കറി, ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, അച്ചാറ്, സാവർജംഗ് മസുകളൊക്കെ കാണാനായിട്ട് പറ്റും. ട്രക്കിംഗ് സെവലിൻ്റെ ആളാണ് കേട്ടോ ട്രാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. സമയം 10 മണിയാവുന്നു കേട്ടോ. 10 മണി സമയത്ത് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തി. ബൗബൗ ഉണ്ടല്ലേ, ബൗബൗ. ഇപ്പോൾ ഈ ഏരിയയിൽ ഇനിയിപ്പോൾ ഇതിനുള്ള കുറേ പട്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ കണ്ടു. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഫ്രഷ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ആപ്പിൾ, ഓറഞ്ച്, സാത്തുക്കുടി, മാങ്കോ എല്ലാ സാധനങ്ങളുണ്ട്. നമ്മുടെ വണ്ടി എങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്താ ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ പട്ടികളൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ളൊരു കാഴ്ചയൊക്കെ എങ്ങനെയാണ് കേട്ടോ. അതേ കണ്ടില്ലേ. ചെറിയൊരു സ്ഥലം, അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടൻ വണ്ടി നിർത്തി തന്നതാണ്. ഇവിടുത്തെ കണ്ടില്ലേ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു റീജിയൻ ഫുള്ള് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ്. ഇതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നു. ബാക്ക് എൻഡിലൊക്കെ കണ്ടല്ലേ മരങ്ങൾ, കാടുകൾ, മലകൾ. അപ്പോൾ നമ്മളിപ്പോൾ ചിന്നിയാൽസർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി റോഡും കാര്യങ്ങളും. ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഭഗീരഥി റിവറും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു വഴി കൂടെയാണ് നമ്മളിനി പോകുന്നത്. ഇനി നമുക്ക് നാറ്റിൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്തേക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോടെ യാത്രയുണ്ട്. 69 കിലോമീറ്ററോളം സംതിങ് ഉണ്ട് കേട്ടോ. റോഡ് കിടക്കുന്ന കിടപ്പുണ്ട. നല്ല വെയിലുണ്ട് എന്തായാലും. ആക്ച്വലി കുറച്ച് ക്ലൗഡിയും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങ് ദൂരെയായിട്ട് കുറച്ച് ടിപ്പിക്കൽ ഉത്തരാഖണ്ഡിലെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആ ഒരു മൗണ്ടൻസിൻ്റെ മുകളിൽ കണ്ടില്ലേ. അപ്പോൾ നമ്മളതേ
കണ്ടില്ലേ, ഇത് നല്ല കാഴ്ചയാണ്. അപ്പോൾ വണ്ടി കുറച്ച് നേരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇട്ടതാണ്. അപ്പം നമ്മുടെ ട്രിപ്പിന് വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ദേ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇവരെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ദേ നമ്മൾ ഉത്തരകാശിയിലെത്തിയിട്ടുണ്ട്. അപ്പുറത്തെ ഉത്തരകാശി ടൗണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഭഗീരഥി റിവറിൻ്റെ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് നാറ്റിൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിലോട്ട് പോകാനായിട്ട്. ദേ കണ്ടില്ലേ, ഉത്തരകാശി ടൗൺ. വലിയൊരു ടൗണാണ് കേട്ടോ. അത്യാവശ്യം വലിയ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് വീടുകളാണ്. ആ ഒരു കാരണം ഫുൾ ഉത്തരകാശി ടൗണാണ് കേട്ടോ. ഈ കാണുന്നത് ഭഗീരഥി റിവർ ആൻഡ് ഉത്തരകാശി. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്തോടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ഹോട്ടലിൽ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. വലിയ സെറ്റപ്പൊന്നുമില്ല, മാഗിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതേ കണ്ടില്ല, ഈ ഒരു ചെറിയ ഹോട്ടലിലാണ് അപ്പോൾ നമ്മൾ മാഗി കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഗംഗോത്രിയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഇതേ ഫുള്ളൊരു നിന്നിട്ട് അവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന കാണാം. ദേ അങ്ങ് ദൂരെയായിട്ടുണ്ടാകും. അതുപോലെ തന്നെ അങ്ങ് ബാക്ക്ഗ്രൗണ്ട് ദേ അവിടെ സ്നോ മൗണ്ടൻസ് ഒക്കെ കാണാം. കുറച്ച് ക്ലൗഡിയാണ് കേട്ടോ. അടുത്തൊരു 3 ദിവസം ക്ലൗഡ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സ്നോ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് അവിടെ കുറച്ച് ചെറിയ വില്ലേജുകളും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടില്ലേ, അടിപൊളി. ചേട്ടൻ ഇവിടെ മാഗി പറഞ്ഞിട്ടുണ്ട്, മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റൈത്താൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ആക്ച്വലി ഈ ഒരു റോഡിൽ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നാറ്റിൻ എന്ന് പറഞ്ഞ വില്ലേജ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആക്ച്വലി ഒരു ട്രക്ക് ആരംഭിക്കുന്നുണ്ട്. തയ്യാറെടുപ്പുകളിലോട്ടുള്ള സ്റ്റാർട്ടിങ് ഇതാണ്. ഈ വഴി പോകുമ്പോഴത്തേക്കും ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് നാളെ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇതിന് മുമ്പോട്ട് പോയിട്ട് അവിടെ നിന്ന് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് അറിയത്തില്ല. ഇവിടെ നോക്കുമ്പോൾ കുറേ ഒരു സ്നോ പീക്ക്ഡ് മൗണ്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, അവിടെ കുറേ സ്നോ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടെന്നാലും നമുക്ക് ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ ബേസ് ക്യാമ്പിലെത്തും. ദേരബുഗലിൻ്റെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് ഇന്നത്തെ. വെൽക്കം ടു നാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ചിങ് സോൾസിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5:30 മണിയാവുന്നു. നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള സെർച്ചിങ് സോൾസ് എന്ന് പറയുന്ന ട്രക്കിംഗ് കമ്പനിയായിട്ട് ഒരു ബേസ് ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ദേരാബുഗയിലേക്കുള്ള ട്രക്കിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കിക്കോ, ഫുള്ള് സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ഒക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ, എൻ്റെ ഫ്രണ്ട് വ്യൂവിലായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ട്രക്കേഴ്സ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഈ ഒരു സെർച്ചിങ് സോൾസ്, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ബേസ് ക്യാമ്പ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മൾ ആക്ച്വലി ട്രക്ക് ചെയ്ത് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എങ്ങനെയാണ്, സമയം ഇപ്പോൾ ഏകദേശം എത്ര മണിയാവുന്നു, 5:30 മണിയാവുന്നു. 5:30 മണിയാകുമ്പോഴത്തേക്കുള്ള കാഴ്ച എങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, ഫുഡൊക്കെ സെറ്റായിട്ട് നൈസിനെ കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെയാണ് നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ നിൽക്കുന്നു. ഇതൊക്കെ അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. നാളെ രാവിലെ നമ്മൾ നേരെ ഇവിടുന്ന് ഗുയി ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞത്. കുറച്ച് ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞു, വെള്ളമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് റൂമിൽ വന്നു. റൂമിൽ വേറെ ഒരുത്തിനോടുണ്ട്, ജസ്റ്റ് താഴോട്ട് പോയേക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. നാളെയാണ് നമ്മുടെ ആക്ച്വൽ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടേ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം നാറ്റിൻ. അപ്പോൾ രാവിലെ ആയി, എഴുന്നേറ്റു. സമയം ഇപ്പോൾ ഒരു 8-8:30 മണിയാവുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു സൈഡ് ഫുള്ള് സ്നോ കവേർഡ് മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമ്മൾ ദേരബുഗലിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് കാണും. ആ ഒരു സൈഡിലോട്ട് നോക്കിക്കേ, ഫുള്ള് നല്ല ക്ലൗഡായിട്ട് പോളി വ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടാ, കിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കണ്ട, ഈ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗുയി എന്ന് പറയുന്നൊരു ക്യാമ്പ് സൈറ്റിലേക്കാണ്. അപ്പം അത് ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ വാക്കിംഗ് ഉണ്ട്.
അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. ഇതൊരു ഈസി ടു മോഡറേറ്റ് ട്രക്കാണ് ആക്ച്വലി, ഇത് ഏരാ ബുഗിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഇനി പറ്റുന്ന രാവിലെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു കൊണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടില്ലേ, നോക്കിക്കേ, ആ ഒരു ഫുള്ള് സ്നോ മൗണ്ടൻസ് ആണ് കേട്ടോ. ആ ഒരു റീജിയനിൽ മൊത്തം കിട്ടില്ല വിഷയം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ठीक है कि जा रहे हैं, अपने बंदे जा रहे हैं. ओके, ओजी ओजी ओए ओए ओजी ओजी ओए ओए ओजी ओजी ओए ओए ओजी ओए ओजी 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 ओए ओए ओजी ओजी ओए ओए हर हर महादेव हर हर महादेव हिप हिप हुर्रे हिप हिप हुर्रे भारत माता की जय भारत माता की ജയ്. അപ്പോൾ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പാണ്, മൊത്തം 12 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ട്. ഇത് എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ ഒരു 6,000 ഫീറ്റിൽ നിന്നും 9,000 ഫീറ്റിലേക്കുള്ള ഗുയി ക്യാമ്പ് സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 കിലോമീറ്ററാണ് ആക്ച്വലി കവർ ചെയ്യാനുള്ളത് ഈ ഒരു ബേസ് ക്യാമ്പിൽ നിന്നും ഗുയി ക്യാമ്പ് സൈറ്റ് വരെ. അപ്പോൾ അത് ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ട്രക്കിങ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട നമ്മളിത് ഈ ഒരു മൗണ്ടൻ ഇങ്ങനെ കയറി പോകണം കേട്ടോ. ഈ ഒരു സൈഡിൽ ഇങ്ങനെ കയറി. അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് സ്നോഫോൾ നമുക്ക് കാണാം. ഈ ഒരു മൗണ്ടൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഗുയി ക്യാമ്പ് സൈറ്റ്. നമ്മുടെ ടീമാണ് ഈ നടന്നു വരുന്നത്. 12 പേരുണ്ട് കേട്ടോ. അതേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വഴി. താഴെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് എന്താ പറയുക ഒരു റെസ്റ്റിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് വെള്ളമൊക്കെ പിടിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വെയിലും. बैठना नहीं है, नाक उतार के रख दे, बैठना नहीं. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടേ, എവിടെയാണ് ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സ്നോ പാച്ചസിലാണ്. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീണ സ്നോ ഉരുകി പോയി കിടക്കുന്ന ബാക്കിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെറിയ കയറ്റം കയറാനുണ്ട് എന്നാണ് പറഞ്ഞത്. മുകളിൽ കയറി കഴിയുമ്പോൾ ചെറിയൊരു റെസ്റ്റിംഗ് പോയിന്റ് കിട്ടും കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഫുള്ള്. അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇതേ നടന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഗുയി ക്യാമ്പ് സൈറ്റിലോട്ടുള്ള നടത്തം നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 അവർ കൂടി മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 9-9 ആയപ്പോഴാണ് തുടങ്ങിയത്. നമ്മൾ ഒരു 12 മണി ആവുന്നു. 1 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ഗുയി ക്യാമ്പ് സൈറ്റിലെത്തും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചു തരാം. പൊളിയല്ലേ, സെറ്റ്.
അപ്പോൾ ചെറിയൊരു ബൗൾഡർ ഏരിയ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നല്ല മണ്ടം പാറക്കല്ലാണ് കേട്ടോ. നമ്മുടെ ടീം ഇതേ കയറി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിക്കേ, ഫുള്ള് കുറേ റോക്കി ബൗൾഡേഴ്സ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മേ, ഈ ഒരു ഏരിയയിൽ കുറച്ചധികം സ്നോ വീണ് നടപ്പുണ്ട് കേട്ടോ. അതിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്നോ അപ്പോൾ കുറച്ചധികം സ്നോ നമുക്കിത് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ അധികം കാണാൻ പറ്റും. ബട്ട് ഇവിടെ സ്നോ സ്നോ സ്നോ. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് ഫുള്ള് സ്നോ ഉള്ളൊരു ഏരിയയിലെത്തി കേട്ടോ. ഈ ഒരു വാലിയിൽ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ സ്നോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സെറ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഗുയി ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തോട്ട് എത്താറാവുന്നുണ്ട്. ആ ഒരു ഏരിയയിലാണ് കേട്ടോ നമുക്ക് സ്നോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു സ്നോ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ട്രക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങിപ്പോയ കുറേ മലയാളികളെ ഞാൻ കണ്ടു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു നേരിട്ട് ടോപ്പിൽ ഫുള്ള് സ്നോ ഉണ്ട്, ഫുൾ കവേർഡാണ്. അപ്പോൾ അത് ഇവിടെ കണ്ടില്ലേ, പൊളി. ഈ ഒരു ഏരിയയിലൊക്കെ കഴിഞ്ഞ ദിവസം വീണ സ്നോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറേയൊക്കെ അലിഞ്ഞു പോയി, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് സ്നോ. അടിപൊളി. ഹായ്, സംഭവം എന്തായാലും പൊളിച്ചു കേട്ടോ. സ്നോയൊക്കെ കാണണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ വന്നത്. സ്നോ ഉണ്ട്, നല്ല ക്ലൗഡി ഉണ്ട്. സോ എങ്ങാനും സ്നോഫോളോടെ കിട്ടിക്കഴിഞ്ഞാൽ പൊളി. ഓൾമോസ്റ്റ് ഗുയി ക്യാമ്പ് സൈറ്റിനടുത്താണ് നമ്മളുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഏരിയയിലൊക്കെ സ്നോ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ക്യാമ്പ് സൈറ്റ് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഈ ഒരു കാണുന്നതൊക്കെയാണ് ഗുയി ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ അധികം ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതിൽ അവിടെ കുറേ ടെൻ്റ് ഉണ്ട്. ആ ഒരു ഏരിയ ടെൻ്റ് ഉണ്ട്. എനിക്കൊന്ന് നമ്മൾ ആ ഒരു സൈഡിലോട്ടാണ് ആക്ച്വലി പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ദേരാബുഗിയിൽ ആ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ സ്നോയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട്. സോഫാർ അടിപൊളിയാണ്, കിട്ടില്ല. സെറ്റ്. ക്ലൈമറ്റും കൊള്ളാം. വെയിലുണ്ട്, എന്നാലും നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെയിൽ കിട്ടും, പിന്നെ വെയിൽ പോവും. ആ ഒരു ഇതിലാണ്. സോ സൂപ്പർ ഹാപ്പി. നമ്മളിങ്ങനെ ഗുയി ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ല സ്നോ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ട്രക്കിംഗ് കമ്പനിയായ സെർച്ചിങ് സോൾസിൻ്റെ ഗുയി ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഇവിടെ വലിയ മരമൊക്കെ വീണ് നടക്കുന്നുണ്ടോ. ഗുയി ക്യാമ്പ് സൈറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങോട്ട് നടക്കുകയാണ്. യോ. അപ്പോൾ നമ്മളെത്തിയിരിക്കുകയാണ് 9500 ഫീറ്റ് 2895 മീറ്റർ ഉയരത്തിലുള്ള ഗുയി ക്യാമ്പ് സൈറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെൻറ്റുകളാണ് കേട്ടോ. സെർച്ചിങ് സോൾസ് പൊളി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടെൻറ്റിലായിരിക്കും നമ്മളിന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ കുറേ ഹട്ടും കാര്യങ്ങളൊക്കെ കാണാം. അതിവിടെ താമസിക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ. സെറ്റ്.
അപ്പോൾ ഗുയി ക്യാമ്പ് സൈറ്റിലാണ് വന്നിട്ട് നമ്മളെന്താ പറയുക ലഞ്ചൊക്കെ കഴിച്ചു. ഇവിടെയൊക്കെ കുറച്ച് കറങ്ങി ചായയും കോഫിയൊക്കെ കുടിച്ചു. ഇപ്പോൾ സൂപ്പുണ്ട്, സൂപ്പിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിന്നറും ഉണ്ട്, എന്നിട്ട് കിടന്നുറങ്ങും. രാത്രിയൊക്കെ ആക്ച്വലി ഇവിടുന്ന് എന്താ പറയുക സണ്ണെന്ന് സ്റ്റാർസൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ക്ലൗഡി ആയിട്ട് നിൽക്കുവാണ്. സോ സ്നോഫോൾ കിട്ടുമില്ലോ എന്ന് നമുക്കറിയത്തില്ല. സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വൈൻഡപ്പിന് മുമ്പ് അത് ആഡ് ചെയ്യുന്നുണ്ടാവും. ഡിന്നറായാലും ക്യാമ്പ് ഫയർ ആയാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ രാവിലെ നമ്മൾ ഗുയി ക്യാമ്പ് സൈറ്റിൽ നിന്ന് നേരെ ദയറബുഗൽ സമ്മിറ്റിലേക്ക് പോകും. തിരിച്ച് ഗുയി ക്യാമ്പ് സൈറ്റിൽ വരും. നാളെ ഇവിടെ സ്റ്റേ ചെയ്യും. മറ്റന്നാൾ രാവിലെയാണ് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ വഴി നേരെ ഡെറാഡൂണിലേക്കും പോകും. അതോടുകൂടി നമ്മുടെ ഈ ഒരു ട്രക്ക് അവസാനിക്കും. അപ്പോൾ എന്തായാലും ദയറബുഗലിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.